ഒരേ തസ്തികയ്ക്ക് രണ്ട് പരീക്ഷ. ചോദ്യങ്ങൾ ഒന്നു തന്നെ. പരീക്ഷ റദ്ദാക്കണം. PSCക്കെതിരെ വീണ്ടും പരാതി. ഒരേ തസ്തികയിലേക്ക് രണ്ട് ബാച്ചുകളിലായി PSC നടത്തിയ പരീക്ഷയ്ക്ക് ഉപയോഗിച്ചത് ഒരേ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ ചോരാൻ സാധ്യതയുണ്ടായിരുന്നതിനാൽ പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികളിൽ ചിലർ PSCയെ സമീപിച്ചു. സർവകലാശാലകളിലെ പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് ജനുവരി 6-ന് PSCയുടെ ഓൺലൈൻ കേന്ദ്രങ്ങളിൽ നടത്തിയ പരീക്ഷയെക്കുറിച്ചാണ് പരാതി. രാവിലെ 8 മുതൽ 11 വരെയും 10:45 മുതൽ 1:45 വരെയുമുള്ള രണ്ട് ബാച്ചുകളിലായി 1928 പേരാണ് വിവിധ ജില്ലകളിൽ പരീക്ഷ എഴുതിയത്. ഇരു ബാച്ചുകൾക്കും ഒരേ ഹാളിൽ ഒരേ കമ്പ്യൂട്ടർ ഉപയോഗിച്ചായിരുന്നു OMR പരീക്ഷ. PSCയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കും ഇൻവിജിലേറ്റർമാർക്കും മാറ്റമുണ്ടായിരുന്നില്ല. രണ്ട് ബാച്ചുകൾക്കും വ്യത്യസ്ത ചോദ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ വഴുതിമാറിയ PSC അപ്പീൽ നൽകിയപ്പോഴാണ് ഒരേ ചോദ്യങ്ങളാണ് ഉപയോഗിച്ചതെന്ന് സമ്മതിച്ചത്. ചോദ്യങ്ങൾ ചോർന്ന് പരീക്ഷയുടെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. എന്നാൽ രണ്ട് ബാച്ചുകളിലെയും ഉദ്യോഗാർത്ഥികൾ തമ്മിൽ കാണാത്ത വിധമാണ് പരീക്ഷ ക്രമീകരിച്ചതെന്നാണ് PSCയുടെ വിശദീകരണം. ആദ്യ ബാച്ചിലെ ഉദ്യോഗാർത്ഥികൾ പുറത്തിറങ്ങും മുമ്പേ രണ്ടാമത്തെ ബാച്ചിലുള്ളവരെ രേഖകൾ പരിശോധിക്കാനും മറ്റുമായി മറ്റൊരു ഹാളിൽ പ്രവേശിപ്പിച്ചെന്ന് PSC അധികൃതർ പറയുന്നു. ഇതിനിടെ PSC സമരത്തിന് പിന്തുണയുമായി ടൊവിനോയും നസ്ലീനും ചന്തുവും നേരിട്ടിറങ്ങാൻ രഞ്ജിനി ഹരിദാസും. വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ചവർ എന്തുകൊണ്ട് കേരളത്തിലെ സമരത്തെ അവഗണിക്കുന്നുവെന്ന ചോദ്യം ഉയർന്നതിന് പിന്നാലെയാണ് താരങ്ങളുടെ രംഗപ്രവേശം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന PSC റാങ്ക് ഹോൾഡേഴ്സിന് പിന്തുണയുമായി സിനിമാ താരങ്ങളും. മലയാളത്തിലെ യുവതാരങ്ങളായ ടൊവിനോ തോമസ്, നസ്ലീൻ, ചന്തു സലിംകുമാർ തുടങ്ങിയവരാണ് സമരത്തിന് പിന്തുണയുമായി എത്തിയത്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ചവർ എന്തുകൊണ്ട് കേരളത്തിലെ സമരത്തെ അവഗണിക്കുന്നുവെന്ന ചോദ്യം ഉയർന്നതിന് പിന്നാലെയാണ് താരങ്ങളും പിന്തുണയുമായി എത്തിയത്. നടിമാരായ ലിയോണ ലിഷോയ്, ദീപ തോമസ് തുടങ്ങിയവരും സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. സമരത്തിൻ്റെയും മറ്റും വീഡിയോകൾ പങ്കുവച്ചുകൊണ്ടാണ് താരങ്ങൾ പിന്തുണ അറിയിക്കുന്നത്. ടൊവിനോ പങ്കുവച്ച വീഡിയോ തന്നെയാണ് നസ്ലിനും പങ്കുവച്ചിരിക്കുന്നത്. ഡൽഹി സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ച രഞ്ജിനി ഹരിദാസും പ്രതികരിച്ചിട്ടുണ്ട്. PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിൽ പ്രതികരിക്കുമോ എന്ന് ചോദിച്ച് നിരവധി പേർ തന്നെ സമീപിക്കുന്നുണ്ടെന്നാണ് രഞ്ജിനി പറയുന്നത്. എന്നാൽ തനിക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെന്നും അതിനെ സഹായിക്കണമെന്നും രഞ്ജിനി സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് മുതൽ എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന PSC സമരത്തിൽ സംസാരിക്കുന്നില്ലെന്ന് ചോദിച്ച് മെസ്സേജുകൾ ലഭിക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ പറയുന്നത് വരെ അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഇപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ള വിവരമൊന്നും ഓൺലൈനിൽ ലഭ്യമല്ലെന്നാണ് രഞ്ജിനി പറയുന്നത്.